തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കടുത്ത വിമർശനവുമായി CPM ജില്ലാ കമ്മിറ്റി. മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ കെടുകാര്യസ്ഥതയും അഹങ്കാരവും തിരിച്ചടിയായെന്ന് VK പ്രശാന്ത് അടക്കം വിമർശനം ഉന്നയിക്കായിരുന്നു. അങ്ങനെ ഊട്ടി കൊടൈക്കനാലായി കടക്ക് പുറത്തായി കൊണ്ട് നടന്നതും നീയേ ചാപ്പാ, കൊണ്ടുപോയി കൊല്ലിച്ചേ നീയേ ചാപ്പാ. എന്തൊക്കെ ബഹളമായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തദാഹി ഇവിടെ കയറി ഇരിക്കാൻ അറിയാമെങ്കിൽ എനിക്ക് മുടിക്കാനും അറിയാം. ന്യൂസിലൻഡ് പോലും മാതൃകയാക്കുന്നത് ഇവിടുത്തെ പ്രായം കുറഞ്ഞ പ്രത്യേക മോഡലിനെയാണ്. അതുകൂടാതെ ശിവൻകുട്ടി അദ്ദേഹത്തെയും ഗോവിന്ദൻ മ്യാസ്റ്ററിനെയും പോലെയുള്ള ബുദ്ധിജീവികളുടെ വക പ്രത്യേക സപ്രി ടിക്കറ്റുകൾ കൊടുത്തായിരുന്നല്ലോ. ഓഹോ, ഞങ്ങളുടെ പ്രസ്ഥാനത്തുനിന്ന് ചിറകടിച്ച് പറന്നുയരേണ്ട ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഡെപ്യൂട്ടി മേയറുടെ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥി ആക്കാതിരുന്നത്. ഒരാൾ അർഹിക്കുന്നത് തന്നെ അവർക്ക് കൊടുക്കണ്ടേന്ന്. അപ്പോ ഇപ്പൊ സഖാക്കൾ ഒരു കാര്യം അങ്ങ് ഉറപ്പിച്ചു, ദൈവം ഉണ്ട്. ഒരു പദവിയും അനശ്വരമല്ല. ഈ നശ്വരമായ ലോകത്ത് ചെയ്ത പാപകർമ്മങ്ങൾക്കുള്ള ഫലം അപ്പോഴപ്പോ കൃത്യമായിട്ട് അനുഭവിക്കാതെ ഇവിടെ നിന്ന് ടാറ്റ പറയാൻ പറ്റില്ല. ഇത്രയും നാള് പറഞ്ഞത് ജനങ്ങൾക്ക് കണ്ണുകടി മൂത്ത് ജനങ്ങള് വെറും മൂട്ടി ഇങ്ങനെ വിമർശിക്കുകയാണെന്നല്ലേ. അപ്പൊ ഇപ്പൊ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെ എന്തിന് നിങ്ങളുടെ MLA-മാരുൾപ്പെടെ തള്ളി പറയുന്ന സമയത്ത് ഇനി എന്തെങ്കിലും യുക്തി നിരത്തി ന്യായീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ സഖാക്കളെ? പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാർക്ക് വലിയൊരു മാതൃക കാണിച്ചു കൊടുത്തു, ഒരു ഉദാഹരണം കാണിച്ചു കൊടുത്തു നിങ്ങളുടെ ഊട്ടി ചേച്ചി. തുടക്കക്കാർ ഒരു പദവിയിലെത്തിയാൽ എങ്ങനെ ആയിരിക്കരുത് അത് വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ ആ യൂണിവേഴ്സിറ്റിയെ പഠനത്തിന് വേണ്ടി ആശ്രയിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന ശൈലിയും അതുപോലെ തന്നെ അഹങ്കാരം നിറഞ്ഞ പ്രതികരണവും എല്ലാം കനത്ത തോൽവിക്ക് ഇടയാക്കിയെന്നാണ്. ഇപ്പം കൊട്ടയിലും കോത്താഴത്തും ഒന്നും ഒതുങ്ങാതെ വന്നപ്പോ ഇങ്ങനെ നിങ്ങൾ മാറി മാറി എന്ന് കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. ആദ്യമേ ഈ അഹങ്കാരം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സമയത്ത് ജനങ്ങളെല്ലാം ഒന്നടങ്കം ഇതിനെ എതിർത്ത സമയത്ത് ഒന്നും വേണ്ട, പാതിരാത്രിക്ക് നടു റോഡിൽ കാണിച്ച ഷോയ്ക്ക് ശേഷമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവരെ ഒന്ന് വിമർശിക്കാനെങ്കിലും തയ്യാറാകണമായിരുന്നു. എന്തൊരു വളം വെച്ച് കൊടുക്കലായിരുന്നു. ആ വളത്തിലങ്ങ് തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച്. പക്ഷെ ഈ പറയുന്നത് പോലെ വിളയാതെയുള്ള ഒരു അകാല പഴുക്കലാണ് സംഭവിച്ചത്. ഒരു ഗുണവും ഉണ്ടായില്ല. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം കേട്ടോ. നേരത്തെ ന്യായീകരിച്ച് വന്നതുപോലെ തന്നെ BJPക്ക് കോർപ്പറേഷൻ വിട്ടുകൊടുത്താൽ എന്താ? 10-30 സമ്മാനങ്ങൾ വാങ്ങിച്ച് അവിടുത്തെ ഷോക്കേസ് വെച്ചിട്ടില്ലേ? ലോകത്തെ ഏറ്റവും നല്ല കോർപ്പറേഷനുള്ള അവാർഡ് വാങ്ങിച്ചു കൊടുത്തത് ഞങ്ങളുടെ ഊട്ടിയല്ലേ? ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ഇനിയും ഇരിക്കാം. പക്ഷെ ഈ ചെറു പ്രായത്തിൽ തന്നെ ഇത്രയൊക്കെ കഴിവ് തെളിയിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഈ വനിതാരത്നത്തെ പരിഗണിക്കുന്നത് ഒരു മുതൽക്കൂട്ടായിരിക്കും. കോർപ്പറേഷൻ കൈവിട്ടു പോയ സമയത്ത് പോലും സ്വന്തം സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസ് 1 ഇഞ്ച് പിന്നോട്ടില്ല എന്നെഴുതി ഞെളിഞ്ഞ ആളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഇത്രയും വലിയ തൊലി അതിന് കണ്ടുകിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ കിട്ടിയ അവസരത്തിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് നിങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ വീണ്ടും മാതൃകയാകൂ, വീണ്ടും ചരിത്രം സൃഷ്ടിക്കൂ. ഇനി മുങ്ങാൻ 1 ഇഞ്ച് കൂടി മാത്രം അവശേഷിക്കുന്ന ഓട്ടക്കപ്പലിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറി. 10ാം ക്ലാസ് പാസ്സായ ഒരാളെ പിടിച്ച് UKGയിൽ ഇരുത്താൻ പറ്റുമോ എന്ന് ന്യായീകരിച്ച സഹസഖാക്കളുണ്ടല്ലോ, അവരൊക്കെ ഇപ്പം അടക്കത്തിൽ തിരുത്തി പറയുന്നുണ്ടെന്നാണ് ചില ഭാവനാ ലോകത്ത് നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ. എന്ത്? ആ LKG പഠിക്കേണ്ട സാധനത്തിനെ പിടിച്ച് 12ാം ക്ലാസ്സിൽ ഇരുത്തിയ ഇതൊക്കെ വരുമെന്ന്. പിന്നെ ഇവരുടെയൊക്കെ യോഗ്യതയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുടെ യോഗ്യത നമുക്കറിയാവുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഞാൻ മേയറായിരുന്നു, എന്നെ പിന്നെ MLA ആക്കി, മന്ത്രിയാക്കി. അങ്ങനെയൊക്കെയല്ലേ CPM ആലോചിക്കുന്നത്. ഇനി വെറും ഊട്ടിയുടെ കാര്യമാ കഷ്ടം. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. കൊടിവെച്ച കാറേ കൂടെ കുടി റോഡിൽ പറക്കുന്നതും ആളുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പുറത്ത് ക്യൂ നിൽക്കുമ്പോൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ കാറ്റുപോലെ ഇറങ്ങി കാറിൽ കയറുന്നതും എല്ലാം പോയി. ഇനിയിപ്പോൾ കിട്ടിയ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അഹങ്കാരി എന്നുള്ള സപ്രി ടിക്കറ്റ് അലമാരെ സൂക്ഷിച്ചു വെക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി സമാധാനപ്പെടും. പിന്നൊരു കാര്യമാണ്, ഇവർ വരും എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ഇത്രയും ശരിയാകും, ഈ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെങ്കിലും ഏറെക്കുറെ ഇത്രയും ശരിയാക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഏതായാലും BJPയുടെ കാര്യം ശരിയാക്കി കൊടുത്തിട്ടുണ്ട്, ഊട്ടിയുടെ കാര്യവും ശരിയായി. പുറകെ വരും, വരട്ടെ.
അതല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ബുദ്ധിജീവികളില്ല. കാരണം സാധാരണ ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ, സങ്കല്പത്തിൽ പോലും ഒരിക്കലും കടന്നു ചെല്ലാത്ത കാര്യങ്ങളെയൊക്കെ സൃഷ്ടിച്ചെടുത്ത് ഊഹിച്ചെടുത്ത് അത് വിവരദോഷത്തിൽ പൊതിഞ്ഞ് ലൈവായി ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഇത്രയും ശേഷിയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിലല്ലാതെ വേറെ കണ്ടുകിട്ടില്ല. അപ്പൊ ഇത്രയും ബുദ്ധി ജീവികളുള്ള ഈ ഒരു പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് വളരെ താമസിച്ച് മാത്രം ബൾബ് കത്തിയത് എന്നുള്ളതാണ് സംശയം. ലോകത്തിലുള്ള സകല ആളുകൾക്കും എന്താണ് പരാജയത്തിന് കാരണമെന്ന് മനസ്സിലായി, കൊച്ചു കുട്ടികൾക്ക് വരെ. പക്ഷെ ഇവർക്ക് ഇപ്പോൾ അങ്ങോട്ട് ക്ലിക്കായതേ ഉള്ളൂ. തിരുത്തട്ടെ. അപ്പോൾ ഇത് തിരുത്തിയിട്ട് അടുത്ത തെറ്റ് പിന്നെയും തിരുത്തണം. തെറ്റ് ചെയ്തുകൊണ്ടിരുന്നാലല്ലേ നമുക്ക് തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇനി തെറ്റ് ചെയ്യാനൊരവസരം ജനങ്ങൾ നിങ്ങൾക്ക് നൽകാതിരിക്കട്ടെ. കാരണം തെറ്റ് ചെയ്ത് നിങ്ങൾ വെറുതെ നരകത്തിൽ പോകണ്ട. ഇപ്പോഴേ കിടക്കുന്ന നരകത്തിൽ. ഡിസിഷനുകൾ എടുക്കുന്ന സ്ത്രീകളെ നോക്കി ധിക്കാരികളെന്ന് വിളിക്കുക, ധാർഷ്ട്യമുള്ളവരായി വിളിക്കുക. അപ്പൊ അങ്ങനെ പല പേരുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. പോട്ടൂട്ടി പോട്ടെ. പാതിരാത്രിയിൽ നഗരമധ്യത്തിലുള്ള തിരക്കേറിയ റോഡിലൂടെ പാഞ്ഞു പോകുന്ന KSRTC ബസ്സിന് കുറുകെ കൊണ്ട് കാറ് പിടിക്കാൻ എടുത്ത ഡിസിഷൻ ഉണ്ടല്ലോ, അത്രയും ബോൾഡായിട്ടുള്ള ഡിസിഷൻ. അങ്ങനെ ഒരു ഡിസിഷനൊക്കെ എടുത്തതിൻ്റെ പേരിൽ അഹങ്കാരി, ധാർഷ്ട്യക്കാരി എന്നൊക്കെ കേൾക്കുന്നെങ്കിൽ അതങ്ങ് സഹിക്ക്. ജനങ്ങളുടെ വിവരദോഷം. പക്ഷെ ആ സമ്പാദ്യം ഉണ്ടല്ലോ, അതെന്നേക്കും ഉതകട്ടെ എന്നാണ് കേരളത്തിലെ നല്ലവരായ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എന്നെന്നും അതൊപ്പം ഉണ്ടാകട്ടെ. ഇപ്പൊ കിട്ടിയ ഈ ഒരു സമ്പാദ്യമുണ്ടല്ലോ, അതാണ് ഇനിയുള്ള വളർച്ചയ്ക്കുള്ള മൂലധനം. വളർന്ന് താഴേക്കിറങ്ങുമ്പോൾ ആ സമ്പാദ്യം എപ്പോഴും ഒരു തുണയാവും. ഒരുത്തൻ്റെ കഞ്ഞികുടി മുട്ടിക്കുക, അവൻ്റെ ജോലി ഇല്ലാതാക്കുക, മുന്നോട്ട് തുടർന്ന് അവനെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക, പിന്തുടർന്ന് ദ്രോഹിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീ ചെയ്യുമ്പോൾ, അതിനുള്ള കൃത്യമായിട്ടുള്ള ഡിസിഷനുകൾ എടുക്കുമ്പോൾ ധാർഷ്ട്യമുള്ളവളെന്നോ അഹങ്കാരിയെന്നോ ഒന്നും ആരും വിളിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളൊക്കെ ഇങ്ങനെയാണ് ഊട്ടി. അതുകൊണ്ട് നമുക്ക് വേണ്ട ഈ പൊതുജന സേവനം എന്ന വ്യവസായത്തിന്. നമുക്കൊന്നും പറ്റില്ല. നമ്മളെ കൊണ്ടൊന്നും ഇങ്ങനെയുള്ള കടുത്ത ഡിസിഷനുകൾ എടുത്ത് ലോകത്തെ നന്നാക്കിയേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നടക്കില്ല. ജനങ്ങളൊന്നും നമ്മുടെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങുകൾ, നമ്മുടെ ഡിസിഷൻ നടപ്പാക്കലുകൾ ഒന്നും അർഹിക്കുന്നില്ലൂട്ടി. അതുകൊണ്ട് വീട്ടിൽ പോയ ഉള്ളതുണ്ട്, ഉറങ്ങ്.